ഇവരുടെ കോളേജിൽ പെൺകുട്ടികളുടെ ഒരു ടീമുണ്ട്, മേലെപ്പറമ്പിൽ പെൺവീട്. അങ്ങനെയുണ്ടോ? പെൺകുട്ടികളുടെ ടീം എന്നല്ല സർ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പെൺകുട്ടികളാണ് കൂടുതൽ. ബാക്കി IIT-കളിലൊക്കെ പൊതുവെ ആൺകുട്ടികളാണല്ലോ കൂടുതലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ. എഞ്ചിനീയറിംഗ് സെഷനിൽ ഞങ്ങളുടെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ അന്നും ഇന്നും എപ്പോഴും പെൺകുട്ടികളാണ് കൂടുതൽ. മേലാപ്പറമ്പിൽ പെൺവീട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ കളിയാക്കി പറയുന്നതാണ്. ഇവിടെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇടപഴകുന്ന ഒരു ക്യാമ്പസ് അല്ലേ? അതെ. അവിടെ ഒരു അങ്ങനെയൊക്കെ ഒരു നല്ല ഫ്രീഡം ഉണ്ടോ? പെൺകുട്ടി എന്നൊരു പരിമിതി കാർത്തിക ക്യാമ്പസിനകത്ത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല സർ, ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നു കൊല്ലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായി, ഓർമ്മയുണ്ടല്ലോ? ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. അവരെ ഫാദറും മദറും ഒക്കെ ഇപ്പോഴും വല്ലാത്തൊരു ദുഃഖത്തിലാണ്. അത് ഈ IIT-യെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ചിത്രം ആ കുട്ടിയുടേതാണ്. നമുക്കത് അത് ചർച്ച ചെയ്യാനുള്ള വേദിയല്ലല്ലോ ഇത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വെച്ചടി കയറുന്നു. ഓക്കെ മോണിറ്റർ. ചോദ്യം ഇതാണ്: ഇതിൽ എന്താണ് ഗോൾഡൻ ഷവർ? ഓപ്ഷൻ എ സ്വർണ്ണഖനി, ഓപ്ഷൻ ബി ഗർഭിണികൾക്കുള്ള ഒരു ആഘോഷം, ഓപ്ഷൻ സി സ്വർണ്ണ ഐര്, ഓപ്ഷൻ ഡി കണിക്കൊന്ന, ഓപ്ഷൻ ഇ സ്വർണ്ണ കള്ളക്കടത്ത്. സർ ഓപ്ഷൻ ഡി കണിക്കൊന്ന. കണിക്കൊന്ന നമ്മുടെ കൊന്ന. ഗോൾഡൻ ഷവർ, കണിക്കൊന്ന. കൂട്ടോ? സ്വർണ്ണക്കള്ളക്കടത്തിന് വല്ലതും അങ്ങനെ പേരുണ്ടാവൂ? ഷവർ എന്നൊക്കെ പേര്. ഗർഭിണികൾക്കുള്ള ആഘോഷം അല്ല, അതല്ല. സ്വർണ്ണ ഐരും അല്ല, സ്വർണ്ണ കനിയല്ല. അപ്പൊ കണിക്കൊന്നയാണെന്നാണ് താങ്കൾ പറയുന്നത്. കൂട്ടി. കണ്ണൂരിലേക്ക് എപ്പോഴാ മടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നാളെ പോകുന്നുള്ളൂ അല്ലേ? അപ്പൊ പതുക്കെ പോയാ മതി. അപ്പൊ ഉത്തരം ശരിയാ. ഈ ഇവിടെ 1 കോടിയിലെത്തിയ ഒരു മണീഷറുണ്ട് മേളില്. പണത്തിന്റെ പെരുമഴ, അതിൽ നനഞ്ഞ് ആലക്കോട്ടേക്ക് പോകാനാണ് താങ്കളുടെ തലയിലെഴുത്തെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. പിന്നെ അച്ഛനും അല്ലേ? ഓക്കെ, അച്ഛൻ വിചാരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓർഡർ റിട്ടയർമെന്റ് എടുക്കാന്ന് അല്ലേ? ഇപ്പോഴും സർവീസിലല്ലേ അച്ഛൻ? ക്യാമ്പസിൽ പോയതിനു ശേഷം ഏറ്റവും അവന് ഓർമ്മയില്ലല്ലോ, ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്തായിരുന്നു? ചീത്ത അനുഭവമാണെങ്കിൽ മറക്കത്തില്ല. റാഗ് ചെയ്തോ അവിടെ? ഇല്ല സർ, റാഗിംഗ് ഇല്ല. മദ്രാസ് IIT പഠിക്കണമെന്ന് തന്നെയായിരുന്നു അതോ വേറെ എവിടെയെങ്കിലും പഠിക്കണം? യൂണിവേഴ്സിറ്റി പോയി തിരിച്ചു പോന്നു, വിജയകരമായിട്ട് പിന്മാറി. എനിക്ക് ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റി പോകാനായിരുന്നു പ്ലാൻ. എന്തായിരുന്നു? ഈ സിവിൽ സർവീസ് ആയിരിക്കും? അതെ സർ, ആ വർഷമാണ് ടീനാദാബിക്ക് IAS കിട്ടുന്നത്. അപ്പൊ ടീനാദാബി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി IAS കിട്ടുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അന്ന് പത്രമൊക്കെ വായിക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ നിന്ന് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അത് നടന്നില്ല. അപ്പോ അത് കഴിഞ്ഞ് തന്നെ തിരുവനന്തപുരത്ത് പോയി. പിന്നെ എൻട്രൻസ് കിട്ടിയില്ല. അപ്പൊ എൻട്രൻസ് കിട്ടാത്തപ്പോ എന്നെ റിജക്ട് ചെയ്തു IIT-ന്നൊരു ഇതുണ്ടല്ലോ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് എങ്ങനെയാലും ഇത് കിട്ടിയാൽ മതി, IIT-യിൽ തന്നെ കിട്ടണം എന്നൊരു വാശിയായി. അവസാനം വാശിക്ക് പരിഹാരമായി. അതെ. അപ്പൊ ഇനിയിപ്പോ വേണ്ടി വന്നാൽ ഡൽഹിക്ക് പോകൂ? ഇല്ല സാർ, ഇനി പഠിക്കുന്നത്. ഇനിയിപ്പം UPSC-ക്കുള്ള പഠിത്തമേ ഉള്ളൂ. അപ്പൊ ഏത് വർഷം എഴുതും ഈ പരീക്ഷ? ഞാൻ 2023 എഴുതാനാണ്. 23 എഴുതാൻ വേണ്ടി ഇപ്പൊ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണോ? ഇല്ല സാർ, പ്ലാൻ ഒന്നും ഇല്ല. കോഴ്സ് കഴിഞ്ഞിട്ട് അത് മതി. അതൊക്കെ സൗകര്യമായിട്ട് പഠിക്കാന്നുള്ളതാ അല്ലേ? ആലക്കോട്ട് വേറെ IAS കാരെല്ലാം ഉണ്ടോ? ഒരു IPS കാരനുണ്ട്. ആരാത്? അരുൺ പവിത്രൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യത്തെ IAS കാരി ആയിരിക്കും അവിടുന്ന്. ആവട്ടെ.